ദിവസം സ്വാമി വിവേകാനന്ദ സ്വാമിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയം ഒരു അമ്മയും മകനും അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ്? അപ്പം അമ്മ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മകനാണിത് സ്വാമിജി. അവന് ഒരു ദുർശീലമുണ്ട്. ഒരു ദുർശീലമുണ്ട്. എന്താണത്? അവനെ ശർക്കര കണ്ടാൽ എപ്പോഴും അതെടുത്ത് കഴിക്കും. അത് ഇച്ചിരി അമിതമാണോ എന്നൊരു തോന്നലുണ്ട്. അങ്ങ് അവനെ ഒന്ന് ഉപദേശിക്കണം. ഇത് കേട്ടിട്ട് സ്വാമിജി ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ആഴ്ച ഇതേ സമയം വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അമ്മയും മോനും പിന്നീട് വന്നു. അദ്ദേഹം ആ കുട്ടിയെ ഉപദേശിച്ചു. അവൻ ആ ശീലത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവർ വളരെ സന്തോഷത്തോടെ പോയി. ഇത് 2 ദിവസം കണ്ടുകൊണ്ട് നിന്ന ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് വളരെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തല്ലോ, അത് അന്ന് എന്താ പറയാഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമിജി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എടാ, എനിക്ക് അന്ന് ആ ദുസ്വഭാവമുണ്ടായിരുന്നു. ശർക്കര കണ്ടാൽ ഞാനും എപ്പോഴും എടുത്ത് തിന്നുമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിലൂടെ ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ ആ ദുർശീലം മാറ്റി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമ്മൾ ആ ശീലത്തിന് അടിമയാണോ എന്ന് ശ്രദ്ധിക്കണം. ബൈ.